ഒരു ജനാസ കടന്നു പോകുന്നു ഹബീബിന്റെ മുമ്പിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനാസ ഒരു ജൂതന്റേതായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വഹാബികളൊക്കെ തങ്ങൾ എണീറ്റ് നിൽക്കുമ്പോ പറഞ്ഞു, തങ്ങളോട് നബിയെ, അതൊരു ജൂതന്റെ ജനാസയാ നബിയെ, ഒരു മുസ്ലിമിന്റേതല്ല എന്ന് പറഞ്ഞു. തങ്ങളുടെ മറുപടി, വലാകിന്നഹാ നഫ്സുൻ മൻഫൂസ, അല്ലാഹു റൂഹൂദിയ ഒരു ശരീരമല്ലയോ അത്. അതുകൊണ്ട് നാം അതിനെ ആദരിക്കണം. പടച്ചതമ്പുരാൻ റൂഹൂദി കൊടുത്ത ഒരു ശരീരമല്ലയോ ആ ജനാസ, ആയിരുന്നില്ലയോ, മരിച്ചുപോയി. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണത്. മനുഷ്യനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊരു തലത്തിലേക്ക് മനുഷ്യൻ അർഹതപ്പെട്ടത് മുഴുവൻ, മനുഷ്യന്റെ സ്വത്വവും അഭിമാനവും ഇസ്സത്തും ഇഫ്ഫത്തും മനുഷ്യന്റെ ഇർളും എല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപന പ്രഭാഷണം, ഹജ്ജത്തുൽ വിദാഇന്റെ അന്ത്യപ്രഭാഷണത്തിന്റെ ഒരു ശകലം നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. നമ്മുടെ വിദ്യാർത്ഥികൾ ഒന്ന് നിങ്ങളൊന്ന് ഇതിനെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. The farewell speech, the farewell sermon of Prophet Muhammad sallallahu alaihi wasallam. പുണ്യനബി തങ്ങളുടെ അന്ത്യപ്രഭാഷണം എന്തായിരുന്നു, അവിടുത്തെ ഫെയർവെൽ സ്പീച്ച് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഒഥന്റിക് രേഖകളിലൂടെ അത് വായിച്ചെടുക്കാൻ കഴിയും. വളരെ മനോഹരമാണ്. അത് ലോകത്തോടുള്ള അവിടുത്തെ അവസാനത്തെ യാത്ര ചോദിക്കലായിരുന്നു. അവിടുന്ന് ലോകത്തോട് ഉണർത്തുകയായിരുന്നു, ഞാൻ പോവുകയാണ്. നിങ്ങൾ മനുഷ്യരായി ഒരുമയോടെ സ്നേഹിച്ചും നിങ്ങൾ കൊണ്ടും കൊടുത്തും സ്നേഹം നൽകിയും ഒരുമയോടുകൂടെ ജീവിച്ചു പോകേണ്ടവരാണ്. ഹബീബിന്റെ അയൽവാസി ജൂതനായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ അയൽവാസി, ഹബീബിന്റെ അയൽവാസി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനായിരുന്നു. അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു കഥ പറയുന്നുണ്ട്. എന്റെ വീട്ടിലേക്ക് ആടുമാംസം ലഭിച്ചപ്പോഴേ ഞാനത് വിതരണം ചെയ്യാൻ നിൽക്കുമ്പോ തങ്ങൾ എന്നോട് ചോദിച്ചു, ആയിഷ എന്ത് ചെയ്തു? പറഞ്ഞു, നബിയെ, ഞാൻ കൊടുത്തു തുടങ്ങുന്നേ ഉള്ളൂ. ആർക്ക് കൊടുത്തു തുടങ്ങണം? അവിടുന്ന് മറുപടി പറഞ്ഞത് ഹദീസുൽ ഇബ്ദ ബിജാരിനൽ യഹൂദി, നമ്മുടെ അയൽവാസിയായ ജൂതന് കൊടുത്തു തുടങ്ങിക്കോളൂ. അങ്ങനെ പരിസരങ്ങളിലേക്കൊക്കെ 40 വീടുകൾക്ക് നിങ്ങൾ നൽകിക്കോളൂ ആയിഷ എന്ന് ബീവിയോട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സ്നേഹം പുണ്യനബി തങ്ങളുടെ അയൽക്കാരൻ ലഭിച്ചു. അയാളുടെ മകൻ മരിക്കുമ്പോഴാണ് ഹബീബായ നബി തങ്ങൾ അരികത്തേക്ക് ചെന്നത്. തങ്ങൾക്ക് മനസ്സിലായി ആ ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. പക്ഷെ വാപ്പ ജൂതനായിരുന്നു, മകനും ജൂതനാണ്. പുണ്യനബി തങ്ങൾ അവസാന നേരം തങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇത് ലോകത്തോട് യാത്ര ചോദിക്കുന്ന നേരമാണ്. ഇനിയൊരു അവസരം ഈ ചെറുപ്പക്കാരൻ ലഭിക്കുകയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന അവസാനത്തെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ പറഞ്ഞു, മോനെ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മോനെ നീ ഉച്ചരിച്ചേക്കണം. മകനിങ്ങനെ കണ്ണിലേക്ക് നോക്കി പിതാവ് പറഞ്ഞു, അബുൽ ഖാസിം, അബുൽ ഖാസിമായ പുണ്യനബി എന്താണോ മോനെ അങ്ങ് നിന്നോട് ചെയ്യാൻ പറഞ്ഞത് അത് മോനങ്ങ് ചെയ്തേക്ക് എന്ന് പിതാവിന്റെ സമ്മതവും കൂടെ കിട്ടിയപ്പോ ആ പൊന്നുമോൻ ഉച്ചരിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ വചനം ചൊല്ലിയത് പരമാർത്ഥം. ഹബീബായ നബി തങ്ങൾ വീടിന്ന് പുറത്തിറങ്ങി ഏതാനും ചുവടുകൾ വെച്ച് നടന്നിട്ടേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ബഹളം കേൾക്കുന്നു, കരച്ചിൽ കേൾക്കുന്നു. ആ ചെറുപ്പക്കാരൻ ലോകത്തോട് യാത്ര പിരിച്ചോദിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാഹു ബീ. പിതാവിന്റെ മതം ജൂതമതമാണ്. എന്നാൽ പുണ്യ റസൂൽ തന്റെ മകന് വേണ്ടി വല്ലതും നിർദ്ദേശിക്കുമ്പോ അത് തള്ളിക്കളയാൻ മാത്രമുള്ള ധിക്കാരം ആ പിതാവിനുണ്ടായില്ല. പിതാവ് മകനോട് പറയുന്നത്, മകനെ, ഇത് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് നബിയാണ്, നീ അംഗീകരിച്ചോളൂ, പറഞ്ഞതുപോലെ ചെയ്തോളൂ. നമുക്കറിയില്ല ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. ആ പിതാവിന് ഹിദായത്തിന് അവസരമുണ്ടായി കാണുമോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ തന്റെ മകനോട് അബുൽ ഖാസിം പറയുന്നത് അംഗീകരിച്ചോളൂ മോനെ, സമ്മതിക്കണം, നീ ചൊല്ലിക്കോളൂ എന്ന് ഒരു പേടിയുമില്ലാതെ തന്റെ മകനോടത് ഉച്ചരിക്കാൻ പറഞ്ഞ ഒരു പിതാവ് ഹബീബിന്റെ അയൽവാസിയായി ജീവിച്ചിരുന്നൊരു ജൂതനായിരുന്നു. നാം ആലോചിച്ചു നോക്കണം.
അത്രമേൽ വലിയൊരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനത്തോടുകൂടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ആ ഒരു മാനവ തലത്തിലേക്ക് ഈ ലോകത്തെ മാറ്റിയെടുക്കാൻ പുണ്യനബിക്ക് സാധിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.